വിനി, ഇന്നലെ റിമാൻഡ് റിപ്പോർട്ട് നൽകിയപ്പോഴാണ് ഇതിൽ പ്രധാനപ്പെട്ട പല വിവരങ്ങളും പുറത്തു വന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിയുടെ സാമ്പത്തിക ഇടപാടിൽ അന്വേഷണം വേണമെന്നാണ് SIT ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലാണ് പരാമർശം. തന്ത്രിയെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ്. കേസിൽ ഉൾപ്പെട്ട മറ്റ് പ്രതികളുടെ പങ്കിനെക്കുറിച്ച് അന്വേഷിക്കണം. പ്രതികളുടെ കൂട്ടുത്തരവാദിത്വത്തെക്കുറിച്ച് അന്വേഷണം വേണം. തന്ത്രിയുടെ ഫോൺ SIT കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ആചാര ലംഘനം നടത്തി ഗൂഢാലോചനയിൽ പങ്കാളിയായി എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദേവസ്വം ബോർഡിന്റെ നിർദ്ദേശപ്രകാരം പാളികൾ നൽകിയപ്പോൾ തന്ത്രി തടഞ്ഞില്ല, മൗനാനുവാദം കൊടുത്തു. ദേവസ്വം മാനുവൽ പ്രകാരം തന്ത്രി ക്ഷേത്ര ചൈതന്യം കാത്തു സൂക്ഷിക്കാൻ ബാധ്യസ്ഥനാണെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. വിനീഷ് വിവരങ്ങളുമായി. വിനീഷ്, ഒരുപക്ഷെ എന്താണ് ഈ വിഷയത്തിൽ തന്ത്രിയുടെ പങ്ക്? തന്ത്രിക്ക് അറിവുണ്ടായിരുന്നതാണോ, മൗനാനുവാദം നൽകിയതാണോ, അതോ ആചാര ലംഘനം ഉണ്ടായെന്ന് അറിഞ്ഞിട്ടും അതിൽ പ്രതികരിക്കാത്തതാണോ? ഇങ്ങനെ പല ചോദ്യങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ ഉയർന്നു വന്നിരുന്നു. അതിനെല്ലാമുള്ള ഉത്തരങ്ങൾ ഈ റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. SITയുടെ നിഗമനങ്ങൾ എന്തൊക്കെയാണ്? SIT പറയുന്നതനുസരിച്ച് എത്രത്തോളം ഗുരുതരമായ കുറ്റകൃത്യമാണ്, അല്ലെങ്കിൽ എത്രത്തോളം ഗുരുതരമായ വീഴ്ചകളാണ് തന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്? തീർച്ചയായും ശ്രീജ, തന്ത്രി ആചാരലംഘനത്തിന് കൂട്ടുനിന്നു എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പ്രധാനമായി തന്നെ പറയുന്നത്. കട്ടളപ്പാളി കൊണ്ടുപോകാൻ ഒത്താശ ചെയ്തു എന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൈമാറിയത് താന്ത്രിക വിധികൾ പാലിക്കാതെയാണെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. ദേവന്റെ ആജ്ഞ വാങ്ങാതെ പാളികൾ കൊണ്ടുപോകാൻ മൗനാനുവാദം നൽകിയെന്നാണ് ഇത് കുറ്റകരമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ദേവസ്വം ബോർഡ് പോറ്റിക്ക് പാളികൾ കൈമാറിയപ്പോൾ തന്ത്രി തടഞ്ഞില്ല എന്നുമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ഉണ്ടായത്. കഴിഞ്ഞ ദിവസം രാത്രി ഏകദേശം ഒരു 7:45 കൂടിയാണ് തന്ത്രിയെ കൊല്ലം വിജിലൻസ് കോടതിയിൽ എത്തിച്ചത്. തുടർന്ന് റിമാൻഡ് ചെയ്യുകയായിരുന്നു. കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജി ഡോക്ടർ CS മോഹിത്താണ് തന്ത്രിയെ റിമാൻഡ് ചെയ്തത്. തുടർന്ന് തന്ത്രിയെ സ്പെഷ്യൽ ജയിലിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. ആവശ്യമെങ്കിൽ ജയിലിൽ വൈദ്യസഹായം നൽകണമെന്നും കോടതി ഇന്നലെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. കേസിലെ 13ാം പ്രതിയാണ് കണ്ഠരാജിയുടെ. 2019 മെയ് 18-നാണ് ശ്രീകോവിലെ കട്ടളപ്പാളികളും പ്രഭാമണ്ഡലപ്പാളികളും അഴിച്ചെടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്നത്. അതേ ദിവസം ഉച്ചപൂജയ്ക്കും അത്താഴപൂജയ്ക്കും തന്ത്രി കണ്ഠരാജിയുടെ സന്നിധാനത്തുണ്ടായിരുന്നു എന്നാണ് കണ്ടെത്തൽ. അതുപോലെ തന്നെ പാളികൾ മാറ്റി സ്ഥാപിച്ചിരുന്ന സ്ഥലത്ത് കൽത്തൂണുകൾ മാത്രം കാണുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. മെയ് 19-ന്, അതായത് പിറ്റേ ദിവസം തന്ത്രി ശ്രീകോവിലിൽ പ്രവേശിക്കുകയും പതിവ് പൂജകൾ നടത്തുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ തന്ത്രിക്ക് ഇവ ഇളക്കിയെടുത്ത വിവരം കൃത്യമായി അറിയാമായിരുന്നു എന്നാണ് SIT കണ്ടെത്തിയിരിക്കുന്നതും ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് നൽകിയതും. പോറ്റി തന്ത്രി ബന്ധം, പോറ്റിയും ഈ തന്ത്രിയുമായിട്ടുള്ള ബന്ധം കൃത്യമായി അന്വേഷിക്കണമെന്നും ഭക്തരുടെ വിശ്വാസം വ്രണപ്പെടുത്തിയ തന്ത്രിക്ക് ജാമ്യം നൽകരുതെന്നുമാണ് കഴിഞ്ഞ ദിവസം റിമാൻഡ് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നത്. ഇതേസമയം തന്നെ കേസിൽ തന്ത്രി ജാമ്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. ഈ മാസം 13-നകം ശ്രീജ ജാമ്യ ഹർജി പരിഗണിക്കുക. ശരി, വിനീഷാണ് വിവരങ്ങൾ നൽകി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.